2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവിനെയും അവരുടെ ഏറ്റവും വലിയ കമാൻഡറെയും കൊന്നുകളഞ്ഞു. ഇതോടുകൂടി ഇറാൻ തീർന്നുവെന്ന് ലോകം വിശ്വസിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അമേരിക്കൻ ബേസ് ക്യാമ്പുകളിലേക്ക് ഇറാൻ മിസൈലുകൾ വന്ന് പതിച്ചു. പരമോന്നത നേതാവും പ്രധാനപ്പെട്ട കമാൻഡറും അടക്കം മരിച്ചിട്ടും കമ്മ്യൂണിക്കേഷൻ ടവറുകൾ തകർക്കപ്പെട്ടിട്ടും ഇറാൻ എങ്ങനെയാണ് ഇത്രയും കൃത്യമായി തിരിച്ചടിക്കുന്നത്? അവിടെയാണ് നമ്മൾ മുഹമ്മദ് അലി ജഫാരി 20 വർഷങ്ങൾക്ക് മുമ്പ് നട്ടുവളർത്തിയ മൊസൈക്ക് ഡിഫൻസ് എന്ന വിചിത്രമായ യുദ്ധതന്ത്രത്തെക്കുറിച്ച് അറിയേണ്ടത്. ഇറാൻ വെറും ഒരു രാജ്യമല്ല, ഒരു ഹൈഡ്രയാണ്. ഒരു തല വെട്ടിയാൽ 100 തലകൾ മുളക്കുന്ന ഭീകരമായ പ്രതിരോധ കോട്ട. മുഹമ്മദ് അലി ജഫാരി അമേരിക്ക ടാർഗറ്റ് ചെയ്യാൻ മറന്നുപോയ എന്നാൽ അമേരിക്കയുടെ സകല യുദ്ധതന്ത്രങ്ങളെയും പഠിച്ച് പരാജയപ്പെടുത്തിയ ബുദ്ധി കേന്ദ്രം. 2007 മുതൽ 2019 വരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ തലവനായിരുന്നു അദ്ദേഹം. അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തിയതെന്ന് അദ്ദേഹം പഠിച്ചു. ഒരു യുദ്ധം നടക്കുമ്പോൾ തന്റെ രാജ്യത്തെ കമാൻഡ് സെന്ററുകൾ തകർന്നു പോയി കഴിഞ്ഞാൽ ഏത് വലിയ സൈന്യവും ചിതറിപ്പോകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് മൊസൈക്ക് ഡിഫൻസ് ജനിക്കുന്നത്. ഇന്ന് 2026 ഇറാന്റെ മണ്ണിൽ ബോംബുകളും മിസൈലുകളും പെയ്തിറങ്ങുമ്പോഴും അവർ പതറാത്തത്, ഉറച്ചു നിൽക്കുന്നത് ജഫാരി വരച്ച രൂപം കൊടുത്ത ഈ ബ്ലൂ പ്രിന്റ് ഉള്ളതുകൊണ്ടാണ്. എന്താണ് മൊസൈക്ക് ഡിഫൻസ്? ഇറാൻ കമാൻഡർ മുഹമ്മദ് അലി ജഫാരി വികസിപ്പിച്ചെടുത്ത ഈ ഒരു ബ്ലൂ പ്രിന്റ് പ്രകാരം ഇറാൻ ഒരു ഒറ്റ രാജ്യമല്ല, പകരം 31 സ്വയംഭരണ സൈനിക മേഖലകളാണ്. അതായത് രാജ്യം മുഴുവൻ ഒരു കേന്ദ്രത്തിന് കീഴിലല്ലാതെ ഓരോ പ്രവിശ്യയും സ്വതന്ത്രമായി ഒരു ചെറിയ രാജ്യം പോലെ പ്രവർത്തിക്കും. ഓരോ പ്രവിശ്യക്കും സ്വന്തമായി മിസൈലുകളും ഡ്രോണുകളും ട്രെയിനിങ് കിട്ടിയ ആയിരക്കണക്കിന് ബസിജ് എന്ന പോരാളികളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ഇറാനെ കീഴടക്കാൻ വരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന രാജ്യത്തെ മുഴുവനായി കീഴ്പ്പെടുത്തുക എന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. മാത്രമല്ല ഓരോ പ്രവിശ്യക്കും തിരിച്ചടിക്കാനും യുദ്ധം ചെയ്യാനും ടെഹ്റാനിലെ സെൻട്രൽ കമാൻഡിൽ നിന്നുള്ള പെർമിഷൻ പോലും ആവശ്യമില്ല. അതായത് അമേരിക്ക നടത്തുന്ന ബോംബാക്രമണത്തിലൂടെയും മിസൈൽ ആക്രമണത്തിലൂടെയും രാജ്യത്തെ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കട്ടായി പോയാലും ഓരോ ചെറിയ പ്രവിശ്യയും സ്വതന്ത്രമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം, നിലവിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഏതാണ്ട് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇതിനവർ ഉപയോഗിച്ചത് വലിയ യുദ്ധക്കപ്പലുകളല്ല, ഏറ്റവും സിമ്പിളായ ഒരു തന്ത്രത്തിലൂടെയായിരുന്നു. ആയിരക്കണക്കിന് ചെറിയ ഡ്രോണുകളും സൂപ്പർ സ്പീഡ് ബോട്ടുകളുമാണ് ഇറാൻ അവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. സൈനിക ഭാഷയിൽ ഇതിനെ സ്വാമിംഗ് എന്നാണ് വിളിക്കുന്നത്. ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളാണെങ്കിൽ പോലും ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ കടന്നൽ കൂട്ടത്തെ പോലെ വന്ന് ആക്രമിക്കുമ്പോൾ അത് തടയാൻ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും കഴിയില്ല എന്നതാണ് സത്യം. ലോകത്തെ എണ്ണ സപ്ലൈയുടെ വലിയൊരു വിഭാഗവും കടന്നു പോകുന്ന ഈ ഒരു കടലെടുക്ക് ബ്ലോക്ക് ആയതോടെ ആഗോള വിപണിയിൽ എണ്ണ വില ഒറ്റയടിക്ക് 40% കൂടിയത്. മുഹമ്മദ് അലി ജഫാരി ഒരിക്കൽ പറഞ്ഞ വാക്ക് ഇന്ന് ലോകം ഓർത്തു പോവുകയാണ്: ഞങ്ങൾ തോൽക്കാൻ വേണ്ടിയുണ്ടാക്കിയ സൈന്യമല്ല. 2026 പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ആ വാക്കുകൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ശക്തി കേവലം മിസൈലുകളോ ബങ്കറുകളോ അല്ല, ഒരിക്കലും തകർക്കാൻ കഴിയാത്ത അവരുടെ മൊസൈക്ക് ഡിഫൻസ് തന്ത്രമാണ്. അത്യാധുനിക ആയുധങ്ങളുമായി വരുന്ന അമേരിക്കക്കും ഇസ്രായേലിനും ഇറാന്റെ ഈ മൊസൈക്ക് കോട്ട തകർക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ലോകശക്തികളെന്ന് അവകാശവാദം പറയുന്ന അമേരിക്കക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത മറ്റൊരു വിയറ്റ്നാമായി ഇറാൻ മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.